ഈ കാർഡിൻ്റെ നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ്. അതായത് 2 പ്രാവശ്യമായിട്ട് ഇടുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടുത്ത ഭാഗമാണിത്. അപ്പോൾ ആദ്യത്തെ ഭാഗം കാണാത്തവർ പോയി കാണണേ. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥയൊക്കെ എന്നാന്ന് അറിയാനായിട്ട് ഞാൻ വന്ന് നോക്കിയതാണ്. അതായത് നമ്മൾ അന്ന് കണ്ടതിനേക്കാൾ വെള്ളം കുറഞ്ഞു. ഇതിലും കുറച്ചുകൂടെയൊക്കെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേന് ആൾക്കാർ എല്ലാം വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കും കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് ഇപ്പം കാണിക്കാൻ പറ്റത്തില്ല, കാരണം കുളികാരുണ്ടേ. അവർക്ക് ക്യാമറയൊക്കെ കണ്ടപ്പോഴത്തേന് അവർ പറഞ്ഞ് ഞങ്ങളെ ഒന്നും എടുക്കല്ലേ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. നമ്മുടെ കുളം കണ്ടിട്ട് നമുക്ക് കല്ലറയ്ക്കകത്തോട്ട് പോകണ്ടേ, കല്ലറ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുളമൊക്കെ കണ്ടിട്ട് പോകാം. ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് കയറി പോകണം കേട്ടോ, നമ്മുടെ ഈ ഭാഗത്തുനിന്ന്. അങ്ങനെ മുകളിലോട്ട് കയറി വന്നപ്പോൾ നമുക്ക് പ്രകൃതി തന്നെ ഒരുക്കി വെച്ചേക്കുന്ന ഒരു ഊഞ്ഞാൽ. അതേ കയറാതെ എങ്ങനെ നമ്മൾ പോകും? അങ്ങനെ കയറി ഒരു ബാലൻസ് ചെയ്ത് വേണം അതേ ഇരിക്കാനില്ലെങ്കിൽ മറിഞ്ഞടിച്ച് താഴോട്ട് വീഴും. അങ്ങനെ കയറി ആടിക്കൊണ്ടിരുന്നപ്പോൾ ചുള്ളിക്കമ്പല്ലാതെ ദേഹത്തോട്ട് വന്ന് വീഴുന്നു. അപ്പം മുകളിലോട്ട് നോക്കിയിരുന്നാൽ നമുക്കിട്ട് പണി കിട്ടും, നമ്മുടെ കണ്ണിലോട്ട് വീഴും. അതൊക്കെ സൂക്ഷിച്ച് വേണം ഇരിക്കാൻ. എങ്ങാനും വല്ല കണ്ണിലൊക്കെ പോയി എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ഈ കാട്ടിൽ നിന്ന് കുറേ ഉണ്ട് നടന്ന് പോകാൻ കേട്ടോ, തിരിച്ച് വീട്ടിലോട്ടേ. നിങ്ങളൊക്കെ ഒന്ന് കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു ലൈക്കെങ്കിലും തന്നേക്കണേ. അപ്പോൾ നമ്മൾ അതേലൊക്കെ ഇങ്ങനെ ആടി സുഖിച്ച് നമ്മൾ മേളിലോട്ട് കയറി പോവുക. എന്തിനാ? നമ്മുടെ കല്ലറ കാണണ്ടേ. ഇത് ചെറിയൊരു കയറ്റം കേട്ടോ. കയറ്റമൊക്കെ കയറി വേണം നമുക്ക് മുകളിലോട്ട് നമ്മുടെ കല്ലറ കാണാനായിട്ട് പോകാനായിട്ട്. പിന്നെ ഈ ഒരു മരമൊക്കെ കണ്ടോ, എന്തോ ഒരു പ്രത്യേക തരത്തിൽ നിൽക്കുന്നല്ലേ. വേരാണോ വള്ളിയാണോ എന്നൊന്നും പറയാൻ മേലാത്ത പോലത്തെ ഒരു സ്ഥിതി നിൽക്കുന്ന ഒരു മരം. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങ് വന്നപ്പോഴത്തേന് വേണ്ട ഒരു മരത്തിൽ ആന ചാരിയ പാടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ആനയുടെ മുതുകത്ത് ദേഹത്തു നിന്നുള്ള ആ ഒരു മണ്ണൊക്കെയാണ്. ആന എപ്പോഴും മണ്ണ് വാരി ദേഹത്തൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അന്നേരം ആ ഒരു മണ്ണൊക്കെ തേച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് നിങ്ങളിട്ട് ഉരയ്ക്കുമ്പം വരുന്നതാണ്. പിന്നെ നമ്മുടെ സ്ഥലം എത്താറായി കേട്ടോ. അമ്മ നേരത്തെ പോയി അവിടെ എല്ലാം നോക്കുവാണ്. പിന്നെ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. ഈ പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള, പ്രായമായ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളേ. അപ്പം ഇന്നും ഇതിലെ പുല്ലിനും വിറകിനും ഒക്കെ പോകുമ്പം പണ്ട് ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കാണുമായിരുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഇത് ശവക്കല്ലറയാണ്. ഈ വസൂരിയൊക്കെ വന്നവരൊക്കെ കുഴിച്ചിട്ടാണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഇതാണ് ആദ്യത്തെ കല്ല്. പിന്നെ ഇതിങ്ങനെ 2-3 കല്ല് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് കണ്ട ഒരു ചെത്തിയെടുത്ത പോലത്തെ കല്ല്. ഇതിനെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ കുഞ്ഞിലോട്ട്, അതായത് കാട്ടിൽ കയറാൻ തുടങ്ങിയപ്പം തൊട്ട് കാണുന്ന ഒരു കാഴ്ച നിങ്ങളെ കൂടി കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇച്ചിരി കൂടെ താഴോട്ടൊക്കെ ഇറങ്ങി അതൊന്നുകൂടെ നോക്കാം കേട്ടോ. ഇങ്ങനെയാണ്. ഇവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇപ്പം വേനലായതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര കാടായിരിക്കും. നമുക്ക് കാടൊക്കെ മാറ്റിയിട്ട് കാണേണ്ട ഒരു അവസ്ഥ വന്നാലേ. ഇപ്പോൾ ഏതായാലും ഒരുമാതിരിയൊക്കെ കാണാം. പിന്നെ ഇങ്ങോട്ട് മാറി അടുത്ത കല്ല്. ഈ ഒരു ചുറ്റുവട്ടത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കേട്ടോ. വേറെ എങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. പലയിടത്തൂടെ നമ്മൾ നടക്കുന്ന, പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അല്ല വേറെ എങ്ങും ഇതുപോലെ കണ്ടിട്ടില്ല. ഈ ഒരു ചുറ്റുവട്ടത്ത് ഇതുപോലെ കുറേ കല്ലുകളുണ്ട്. ഈ ഒരു കാട്ടിൽ കയറുന്ന ആൾക്കാർക്കോ പിന്നെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്കൊക്കെ മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആർക്കും അങ്ങനെ അറിയാൻ വഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക തരത്തിലാണ് ഈ കല്ലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ സംശയം. അല്ലാതെ കാട്ടിലേതായാലും ഇതുപോലെ ചെത്തിയെടുത്ത പോലത്തെ കല്ലുകളൊന്നും വരത്തില്ലല്ലോ. പിന്നെ അടുത്തതാണ് ഇത് കണ്ടോ. കാട് കാരണമാണ്, ചപ്പൊക്കെ നിൽക്കുന്ന കാരണമാണ് ശരിക്കും കാണാത്തത് കേട്ടോ. പിന്നെ അവിടുന്ന് മാറി ഇങ്ങോട്ട് നടന്നപ്പോഴത്തേന് അടുത്തൊരു കുറ്റി പോലെ ഇരിക്കുന്ന ഒരു കല്ല്, അതുകൂടെ കാണിച്ചു തരാമേ. ഇത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ. ഇവിടെയൊക്കെ നടന്നപ്പോൾ ഇത്രയൊക്കെ കല്ലുകളാണ് കണ്ടത്. പിന്നെ ഇത് ആനയോ പന്നിയോ ഏതാണ്ട് വന്ന് കുത്തിയിട്ട പാടൊക്കെയാണ് കേട്ടോ. ഒരു തത്ത കുറേ നേരമായിട്ട് ഭയങ്കര സൗണ്ട് വെക്കുന്നു. ഇതാ തത്തയുടെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ തീരാൻ പോവുകയാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഒരു ലൈക്കേലും തരണേ. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാമേ.